സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉന്നത കുല രാജാവായിട്ടുള്ള നമ്മുടെ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന ഒരു രാജാവ് ശ്രീ സുരേഷ് ഗോപി അവർകൾ, ഈ സുരേഷ് ഗോപിജി കലിംഗ സമ്മേളനം എന്ന് പറഞ്ഞിട്ട് പരിപാടിക്ക് പോയിരുന്നതൊക്കെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യും. ഞാൻ വീണ്ടും അതിലേക്ക് കിടക്കുന്നില്ല. അപ്പോൾ ആ ഒരു ചർച്ചയിൽ ആദ്യം വേലായുധൻ എന്ന് പറയുന്ന ഒരു ചേട്ടനാണെന്ന് തോന്നുന്നു, പുള്ളിക്കാരൻ ഈ ഒരു വീടിൻ്റെ ഒരു ആവശ്യമായിട്ട് പുള്ളിക്കൊരു നിവേദനവുമായിട്ട് ചെന്നപ്പോൾ, ഇതൊന്നും എൻ്റെ ജോലിയല്ല, അതാത് പഞ്ചായത്തുകളുടെ ജോലിയാണ്, നിങ്ങൾ അവിടെ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു നിവേദനം വാങ്ങുകയോ അല്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് നോക്കുക പോലും ചെയ്തിട്ടില്ല. അദ്ദേഹം അത് എന്താ പറയുക നിന്നിച്ചങ്ങ് തിരിച്ചയച്ചു, പുച്ഛിച്ചങ്ങ് തിരിച്ചയച്ചു. ആ വന്ന ആളുടെ വസ്ത്രധാരണമോ അദ്ദേഹം ഒരു സ്ത്രീ അല്ലാത്തത് കൊണ്ടൊക്കെ ആയിരിക്കാം അദ്ദേഹം അത് തിരിച്ചയച്ചത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനുശേഷം വീണ്ടും അടുത്ത ദിവസം ഈ കലിംഗ സമ്മേളനം അതൊരു വലിയ വിവാദമായി എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർക്കണം. അത് വലിയ വിവാദമായി, പ്രശ്നങ്ങൾ ഗുരുതരമായി, പലയിടങ്ങളിലും പല രീതിയിലുള്ള ചർച്ചകൾ വന്ന് സോഷ്യൽ മീഡിയ അടക്കം സൈബർ ഇടങ്ങൾ അടക്കം വലിയ രീതിയിലുള്ളൊരു വിവാദങ്ങൾക്ക് വഴിവെച്ചൊരു കാഴ്ചയായിരുന്നു നമ്മളവിടെ കണ്ടത്. അപ്പോൾ ഈ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായപ്പോൾ അതിനൊരു മറുപടിയുമായിട്ട് സുരേഷ് ഗോപി ജി രാജാവ് എന്നൊക്കെ വിളിക്കണമായിരിക്കും കേട്ടോ, സാറെന്ന് വിളിക്കേണ്ട രാജാവ് എന്ന് വിളിക്കാം, ഉന്നത കുല രാജാവ് അതിന് മറുപടിയുമായിട്ട് അല്ലെ വിശദീകരണമായിട്ട് വന്നത് ഇങ്ങനെയാണ്. അതായത്, ഞാൻ കാരണമാണെങ്കിലും വേലായുധൻ ചേട്ടന് വീട് കിട്ടിയല്ലോ, ഇനിയും ഞാൻ ഒരുപാട് വേലായുധന്മാരെ അങ്ങോട്ട് അയക്കും. അത് ആ പാർട്ടി എന്ന് ഉദ്ദേശിച്ചത് CPM-നെയാണ്, കമ്മ്യൂണിസ്റ്റിനെയാണ്. അപ്പോൾ ആ പാർട്ടി ഇതുപോലെയുള്ള ആളുകൾക്ക് ഇനിയും വീട് വെച്ച് നൽകണം, ഞാൻ ഒരുപാട് വേലായുധൻ ചേട്ടന്മാരെ ഞാൻ അങ്ങോട്ടേക്ക് അയക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിൽ നമ്മൾ എടുത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ വേലായുധന് വീട് വെച്ച് കിട്ടിയല്ല, വേലായുധൻ എന്ന് പറയുന്ന ആ പ്രായം ചെന്ന ഒരു അച്ഛന് വീട് വെച്ച് കിട്ടിയതിൻ്റെ കാരണം ഈ സുരേഷ് ഗോപി നിന്ദിച്ചത് കൊണ്ടാണ് അല്ലേ. സുരേഷ് ഗോപി നിന്ദിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ 4 വർഷത്തിന് മുകളിലായിട്ട് അദ്ദേഹം ഈ ഒരു കാര്യത്തിന് അതേ ആവശ്യങ്ങൾക്കായിട്ട് തന്നെ, അതായത് വീട് വെച്ച് നൽകപ്പെടണം എന്നുള്ളൊരു ആവശ്യത്തിനായിട്ട് കയറി ഇറങ്ങാത്ത ഓഫീസുകളില്ല, മന്ദിരങ്ങളില്ല. അങ്ങനെയുള്ളൊരു അദ്ദേഹത്തിന് ആ വീട് പെട്ടെന്നൊരു സാക്ഷാത്കാരമായത് അല്ലെങ്കിൽ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചത് എങ്ങനെയാണ്? സുരേഷ് ഗോപി തള്ളിക്കളഞ്ഞപ്പോൾ. ഈ സുരേഷ് ഗോപിയും കമ്മ്യൂണിസ്റ്റും രണ്ടും രണ്ട് പാർട്ടികളാണെന്ന് നമുക്കറിയാം. സുരേഷ് ഗോപി വെറുക്കപ്പെട്ടവനുമായി കമ്മ്യൂണിസ്റ്റ് വലിയൊരു രീതിയിലുള്ള അഭിനന്ദന പ്രവാഹത്തിന് നേതൃത്വം നൽകുന്ന ഒരാളുമായി അല്ലെങ്കിൽ അത് ഏറ്റെടുക്കുന്ന ആളുകളുമായി. അപ്പോൾ ഇതിൽ ശരിക്കും വന്നിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ കഴിവ് കൊണ്ട് തന്നെയാണോ വീട് കിട്ടിയെന്ന് ചോദിക്കുന്ന പല ആളുകളുമുണ്ട്. സൈബർ ഇടങ്ങളിൽ സുരേഷ് ഗോപിക്ക് വലിയൊരു പിന്തുണയും അർപ്പിച്ചുകൊണ്ട് പല ആളുകളും വന്നിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നേതാവ് എന്നുള്ളൊരു നിലയിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ളൊരു നിലയിൽ സുരേഷ് ഗോപിയുടെ ഭാഗത്തുണ്ടായ വലിയ തരത്തിലുള്ളൊരു വീഴ്ച തന്നെയാണെന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എത്രയൊക്കെ വെള്ള പൂശാൻ ശ്രമിച്ചാലും, എത്രയൊക്കെ വിശദീകരണമായിട്ട് വരാൻ ശ്രമിച്ചാലും, നിങ്ങളുടെ ഉള്ളിലുള്ള ജാതീയ ബോധം എന്താണെന്നുള്ളത് ഈ ഒരു ചർച്ചയിൽ അല്ലെങ്കിൽ ഈ ഒരു സംവാദത്തിൽ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരാൾ വന്നപ്പോൾ അയാളുടെ നിവേദനം വാങ്ങിപ്പോലും നോക്കാതെ സുരേഷ് ഗോപി പറഞ്ഞത്, ഈ കള്ളത്തരങ്ങൾ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു പരിപാടി എനിക്ക് താല്പര്യമില്ല, അതേപോലെ തന്നെ ഈ നടക്കാത്ത പാഴ് മോഹങ്ങൾ അല്ലെങ്കിൽ പാഴ് വാഗ്ദാനങ്ങൾ നൽകി അവരെ പറ്റിക്കാനും എനിക്ക് ഒരു താല്പര്യമല്ല, ഞാൻ ചെയ്യില്ല, അതെൻ്റെ പ്രവൃത്തിയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ചെയ്യേണ്ട അതാത് പാർട്ടിയിലുള്ള പഞ്ചായത്തിലിരിക്കുന്ന ആളുകൾ ചെയ്യേണ്ട കാര്യം എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത് അത് ചില ആളുകളുടെ താല്പര്യാർത്ഥം വന്നതാണെന്നൊക്കെയാണ് സുരേഷ് ഗോപി വിചാരിക്കുന്നത്. ഒരിക്കലും അങ്ങനെയല്ല ഉന്നതകുല ഗോപി. അവിടേക്ക് ഒരാൾ വന്നത്, നിങ്ങളൊരു പ്രതിനിധിയാണ്, അത് സാധാരണ ഒരു മനുഷ്യനല്ല, നിങ്ങളൊരു കേന്ദ്രമന്ത്രിയാണ്. ഒരു സാധാരണപ്പെട്ട ഒരു ജനത്തിന് അല്ലെങ്കിൽ ഏതൊരു പൗരനും ഒരു മന്ത്രിമന്ദിരത്തിലേക്കോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലേക്കോ കയറി ചെല്ലുമ്പോൾ അവർക്ക് അവിടെ കിട്ടുന്ന സ്വീകാര്യതയേക്കാൾ 100 മടങ്ങ് ഇരട്ടിയാണ് നിങ്ങൾക്ക് കിട്ടുന്ന സ്വീകാര്യത, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രസൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത്. ആ ഒരു വാല്യൂ ഒരു സാധാരണക്കാരൻ കയറി ചെന്നാൽ കിട്ടത്തില്ല. അത് പഞ്ചായത്ത് ഓഫീസ് ആയിക്കോട്ടെ, ഭരിക്കുന്ന പാർട്ടി, ഇപ്പം കമ്മ്യൂണിസ്റ്റിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആയിക്കോട്ടെ, എവിടെയാണെങ്കിലും കയറി ചെല്ലുമ്പോൾ പുച്ഛം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി അവർക്ക് സമയം കിട്ടുന്നതോ, അവർ രാവിലെ തൊട്ട് രാത്രി വരെ ഇവരെ വെയിറ്റ് ചെയ്തിരുന്നാലും ഇവർ വന്നതിന് ശേഷം ഇവർക്ക് സമയമുണ്ടെങ്കിൽ മാത്രമേ ഇവർ കാണുകയുള്ളൂ. അല്ലെങ്കിൽ അവർ അതേപോലെ തന്നെ വീണ്ടും പടിയിറങ്ങിപ്പോയിട്ട് അടുത്ത ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വന്ന് വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. അപ്പോൾ സുരേഷ് ഗോപിയെ പോലൊരു വ്യക്തിയുടെ മുൻപിലേക്ക് ഇവർ വന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ പലയിടങ്ങളും കയറി മടുത്തത് കൊണ്ടാണ് സുരേഷ് ഗോപിയുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ സുരേഷ് ഗോപി പുച്ഛിച്ചയച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് അത് ഏറ്റെടുത്തുകൊണ്ട് അയാൾക്ക് വീട് വെച്ച് നൽകി, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട് ഇതിന് മുൻപ് ഇത് ചെയ്തില്ല എന്നുള്ള ചോദ്യം ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചാണ്. അപ്പോൾ ഇതേ സംഭവം തന്നെയാണ് വീണ്ടും ഒരു കലിംഗ സമ്മേളനം ആരംഭിച്ചപ്പോൾ അല്ല നടന്നപ്പോൾ ആനന്ദവല്ലി എന്ന് പറയുന്നൊരു ചേച്ചി ഈ പുള്ളിക്കാരിയുടെ പണം എല്ലാം ബാങ്കിൽ കിടക്കുകയാണ്, ഇതുവരെ തിരികെ കിട്ടിയിട്ടില്ല, അത് തിരികെ നൽകാനായിട്ട് സാറ് സഹകരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് വന്നത്. അപ്പോൾ സുരേഷ് ഗോപി അവിടെ പറഞ്ഞൊരു കാര്യം, ഈട് പിടിച്ചു വെച്ചിരിക്കുന്ന പണമെല്ലാം നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പറയണം റിലീസ് ചെയ്യാൻ, അങ്ങനെയെങ്കിൽ ചേച്ചിയുടെ പണം കിട്ടും. എൻ്റെ മെക്കെട്ട് കയറില്ല, എൻ്റെ നെഞ്ചത്ത് കയറില്ല ചേച്ചി, ഇതിനപ്പുറത്തേക്കൊന്നും ചെയ്യാനില്ല, ഇതേ ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു ധാർഷ്ട്യം കാണിച്ച് ആനന്ദവല്ലി ചേച്ചിയെയും പരിഹസിച്ചു വിട്ടു. എന്താണ് അവിടെ ഉണ്ടായ ഗുണം?
ആനന്ദവല്ലി ചേച്ചിക്ക് 10,000 രൂപ ഈ ബാങ്കിൽ നിന്ന് അനുവദിച്ച് കൊടുത്തു എന്നാണ് മാപ്രകളെല്ലാം കൂടി കൊട്ടിഘോഷിച്ചത്. സുരേഷ് ഗോപി പുച്ഛിച്ചു വിട്ട സ്ത്രീക്ക് CPM 10,000 രൂപ തിരിച്ചു നൽകി. എന്തിനാണ്? മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി തിരിച്ചു നൽകി. ഇനി കിടക്കുന്ന എത്രയാണ്? 1,75,000 രൂപയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയും എമൗണ്ട് ബാങ്കിലിരിക്കെ വെറും 10,000 രൂപ മാത്രം അങ്ങോട്ട് കൊടുത്തു. എന്തിനാ? മരുന്ന് മേടിച്ച് ചേച്ചി. നാണമുണ്ടോ മാപ്രകളെ? നാണമുണ്ടോ സർക്കാരെ? ഒരു വ്യക്തിയുടെ മുൻപിലേക്ക് ചെന്ന് അവഹേളിക്കപ്പെട്ട് മുന്നിലേക്ക് വരുമ്പോൾ, അവർക്ക് സഹായഹസ്തവുമായിട്ട് പോകുമ്പോൾ നിങ്ങളുടെ വാല്യൂ എന്താണ്? നിങ്ങളുടെ ഓഫീസുകളിൽ പലപ്പോഴായിട്ട് കയറി ഇറങ്ങിയിട്ടുള്ള ആളുകളാണ് ഇവരെല്ലാം. സുരേഷ് ഗോപി എന്ന് പറയുന്നൊരു മനുഷ്യൻ BJP-യിലുള്ളൊരു പ്രതിനിധിയാണെന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അയാളൊരു സാധാരണ വ്യക്തിയായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ BJP-യിലൊന്നും പോകാത്ത സമയത്ത് നല്ലൊരു മനുഷ്യൻ തന്നെയായിരുന്നു. പക്ഷേ BJP-യിൽ കയറിയതിന് ശേഷം അദ്ദേഹത്തിന്റെ സ്വഭാവം മാറി എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ കമ്മ്യൂണിസ്റ്റ് ഇങ്ങനെ അധപ്പതിച്ച് പോകുന്നൊരവസ്ഥയിലേക്ക് പോകുന്നത് എത്ര വിഷമം, അല്ലെ എത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, എത്ര പുച്ഛമാണ് നിങ്ങളോട് ഞങ്ങൾക്ക് തോന്നുന്നത്. ഒരാളെ കരിവാരിത്തേക്കാൻ, ഇപ്പോൾ സുരേഷ് ഗോപി പുച്ഛിച്ചപ്പോൾ ഞങ്ങൾ സഹായിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് പേരെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്തൊരു പരിപാടിയാണ്, നല്ല ഒരു പ്രവൃത്തിയാണ്. അതിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു സംശയമില്ല. പക്ഷേ സുരേഷ് ഗോപി പുച്ഛിക്കുന്നതിന് മുൻപേ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാമായിരുന്നില്ലേ? നിങ്ങളെ കൊണ്ട് ചെയ്യാനുള്ള എല്ലാ ഓതറൈസേഷനും അല്ലെങ്കിൽ അതിനുള്ള എല്ലാ കഴിവുകളും നിങ്ങൾക്കുള്ള ആളുകളാണ്. പക്ഷേ സുരേഷ് ഗോപി ചെയ്തെങ്കിലല്ലേ പേര് കിട്ടൂ. പക്ഷേ ഈ പേരിൽ കൂടി സുരേഷ് ഗോപിയും ഉയർന്നിട്ടില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റും വളർന്നിട്ടില്ല. ആരാണ് ഇതിൽ ആ ഒരു പ്രിവിലേജ് ഏറ്റെടുത്തിരിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ആരുമില്ലല്ലേ. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടിയുണ്ടാക്കാനും വഴക്കുണ്ടാക്കാനും വേണ്ടിയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. അതിന് വളം പിടിച്ചു കൊടുക്കാനായിട്ട് കുറേ ഇവരുടെ കൂടെയുള്ള മരവാഴകളും കഴുതകളും ഒക്കെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. സുരേഷ് ഗോപി എന്തെങ്കിലും മണ്ടത്തരം വിളിച്ചു പറയുമ്പോൾ പുറകെ നിന്ന് ചിരിച്ച് സപ്പോർട്ട് കൊടുക്കാനായിട്ട് കുറച്ച് ആളുകൾ ഇഷ്ടമാണ് കേട്ടോ ഇവരുടെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ സുരേഷ് ഗോപി ആനന്ദവല്ലി ചേച്ചി പറഞ്ഞത്, എൻ്റെ നെഞ്ചത്തിന് ചേച്ചി കയറിക്കോളാനെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇന്നലെ ഒരു വാർത്ത കണ്ടത്, കലുങ്ക് സദസ്സ് വക്രീകരിക്കാൻ ചില ശ്രമങ്ങൾ നടക്കുന്നു, കലുങ്ക് ജനകീയ മുഖമാകരുത് എന്ന് വിശ്വസിക്കുന്നവർക്ക് ഇതിനെ വക്രീകരിക്കാനുള്ള ത്വരയുണ്ടാകുമെന്നും സുരേഷ് ഗോപി, അതായത് കലുങ്ക് സമ്മേളനം നശിപ്പിക്കാനായിട്ട് ചില ആളുകൾ ശ്രമിക്കുന്നു എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. ഇപ്പം ന്യൂസുകളിലൊക്കെ നിറഞ്ഞിരിക്കുന്നത് ആനന്ദവല്ലിക്ക് പണം കിട്ടി, സുരേഷ് ഗോപി അധിക്ഷേപിച്ച ആനന്ദവല്ലിക്ക് ആശ്വാസം എന്നാണ്. എടാ മാപ്രകളെ, അല്ലെങ്കിൽ സർക്കാരെ, നാണമുണ്ടെങ്കിൽ, ഉളുപ്പുണ്ടെങ്കിൽ, ലേശമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു വെച്ചിരിക്കുന്ന എല്ലാ പണവും നിങ്ങൾ റിലീസ് ചെയ്ത് നൽകണം. നിങ്ങൾ ഒരു ലേശം പോലും ഉളുപ്പില്ലാതെ നിങ്ങൾ വന്നിട്ട് പറയാണ് സുരേഷ് ഗോപി പുച്ഛിച്ച ആളിന് ഞങ്ങൾ പണം നൽകി. എത്രയാ കൊടുത്തേ? 10,000 രൂപ. അതേസമയം അവരുടെ നല്ലൊരു ശതമാനം എമൗണ്ട് ബാങ്കിൽ പെൻഡിങ്ങിൽ കുടിശ്ശികയിലിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ പറഞ്ഞ, ഞാൻ ഇപ്പോൾ കുറച്ചു മുമ്പ് പറഞ്ഞ സുരേഷ് ഗോപിക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് കേട്ട് നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. ഇനി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ വിവാദമായ കലുങ്ക് സൗഹൃദ സദസ്സിലേക്കാണ്. ഇന്നിപ്പോൾ തൃശൂർ മുല്ലശ്ശേരിയിൽ ആ കലുങ്ക് സദസ്സുണ്ട്. ഏങ്ങണ്ടിയൂർ, എളവള്ളി, ഗുരുവായൂർ എന്നിവിടങ്ങളിലൊക്കെ കലുങ്ക് സംവാദമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നിട്ടുള്ള സംഭവങ്ങൾ നമുക്കറിയാം. കൊച്ചുവേലായുധൻ എന്ന ആളോട് അദ്ദേഹത്തിന്റെ അപേക്ഷ നിരസിച്ച സംഭവം, അതിന് പിന്നാലെ CPM അവർക്ക് അദ്ദേഹത്തിന് വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു. അതുപോലെ ആനന്ദവല്ലിയുടെ കാര്യത്തിൽ സംഭവിച്ചത് നമുക്കറിയാം. ഈ കൊച്ചുവേലായുധന്റെ കാര്യത്തിൽ സുരേഷ് ഗോപി അതൊരു കൈപ്പിഴ പറ്റിപ്പോയി എന്നാണ് പറഞ്ഞെങ്കിൽ ആനന്ദവല്ലിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അവർ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം ഈ കലുങ്ക് സംവാദത്തെ വക്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം ഇപ്പോൾ രാവിലെ വരുന്നത്. അതാദ്യം കേൾക്കാം. ആനന്ദവല്ലി ചേച്ചി വന്ന് എന്റെ നെഞ്ചത്തോട്ട് കയറിയിട്ട് കാര്യമില്ല. ഞാൻ വ്യക്തമായിട്ട് മറുപടി പറഞ്ഞു. നിങ്ങളുടെ മുഖ്യമന്ത്രി വഴി കോഓപ്പറേറ്റീവ് കാര്യങ്ങൾ സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന, അതാണ് പറഞ്ഞതിന്റെ സംക്ഷിപ്തം. അതാണ്, അല്ല മുഖ്യമന്ത്രിക്ക് നേരിട്ട് ആ വകുപ്പിൽ കയറി ചെയ്യാനൊക്കത്തില്ല. ആരാണോ സഹകരണ വകുപ്പ് അവരെ കൊണ്ട് പറഞ്ഞ്, പാവങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഭരണത്തിന്റെ കരുതൽ, കരുണ, ദയ, കാരുണ്യം എല്ലാമെങ്കിൽ ഉറപ്പായിട്ട് ഈ കാശ് ED-യിൽ നിന്ന് അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് വീതം വെച്ച് കൊടുക്കണം. അവിടെയാണ് ഈ കലുങ്ക് സംഗമ അതിന്റെ ഉദ്ദേശം നടപ്പിലാവുന്നത് അവിടെയാണ്. ഇത് നിങ്ങളുടെ ഒരു ജനകീയ മുന്നേറ്റമായി വരരുത് എന്ന് ഉദ്ദേശമുള്ളവർക്ക് ഉറപ്പായിട്ടും വക്രീകരിക്കാനുള്ള ത്വരയുണ്ടാവും. നന്നായി. കലുങ്ക് സമ്മേളനം എന്ന് പറഞ്ഞുകൊണ്ടൊരു സമ്മേളനത്തിൽ പോയിരിക്കുകയും അവിടെ വരുന്ന ആളുകളോടെല്ലാം പറയാനുള്ള ഒരൊറ്റ ഉത്തരം, നിങ്ങളുടെ മുഖ്യമന്ത്രി ഇല്ലേ, മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കണം, എന്നോടല്ല ചോദിക്കേണ്ടത്. പിന്നെ എന്ത് കാണിക്കാനാണ്, എന്ത് മൂഞ്ചാനാണ് ഈ കലുങ്ക് സമ്മേളനത്തിൽ പോയിരിക്കുന്നത്? ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണം. ഈ മോഹന വാഗ്ദാനങ്ങളിൽ ഞാൻ ആരെയും വീഴ്ത്തത്തില്ല, അല്ലെങ്കിൽ മോഹന വാഗ്ദാനങ്ങൾ ഞാൻ ആർക്കും കൊടുക്കത്തില്ല എന്ന് സുരേഷ് ഗോപി നാഴികയ്ക്ക് 40 വട്ടം പറയുമ്പോഴും നിങ്ങൾ ജയിക്കുന്നതിന് മുൻപ് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഇതൊന്നും ആയിരുന്നില്ല.
അതെന്തെങ്കിലും നിങ്ങളിപ്പോൾ നടപ്പിലാക്കുന്നുണ്ടോ? എന്ത് പറ്റി? മോദിജി നിങ്ങൾക്കൊന്നും തന്നില്ലേ? ഉന്നത കുലജാതന്മാർ വന്നെങ്കിലേ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകളുടെ ഉന്നമനം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മോദിജിയോട് സ്ഥലം ചോദിച്ചതാണ്. പക്ഷെ മോദിജി എനിക്ക് ആ അധികാരം തന്നില്ല എന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ദീർഘവീക്ഷണമുള്ളൊരു ആളാണ് നരേന്ദ്രമോദിജി. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ തരാത്തത്. ഈ ശരിക്കും പറഞ്ഞാൽ BJPക്ക് ഒരു ബാധ്യത തന്നെയാണ് സുരേഷ് ഗോപി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ ഒരു പാർട്ടിയിലും ഉന്നയിച്ച് ഒരു പാർട്ടിയിലും ഞാൻ ആശ്രയിച്ച ഒരു വ്യക്തിയല്ല, ഒരു പാർട്ടിയും താങ്ങുന്ന ഒരു വ്യക്തിയല്ല, അടിമയുമല്ല. അതാദ്യം ഞാൻ പറയണം, അടിമയല്ല. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ എനിക്ക് സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ സുരേഷ് ഗോപി കാണിക്കുന്നത് പക്കാ ഫ്യൂഡൽ മാടമ്പ്യത്തിലല്ല, പക്കാ ഫ്യൂഡൽ രാജാവിന്റെ സ്വഭാവമാണ്. ഫ്യൂഡൽ രാജാവ് എന്താണ്? അവർ പറയുന്നതിനപ്പുറത്തേക്കൊന്നും പോകാൻ പാടില്ല, അവരാണ് എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തീരുമാനമെടുക്കുന്നത്, അവരുടെ കൈകളിൽ കൂടി എല്ലാ കാര്യങ്ങളും നടക്കാവുള്ളൂ എന്നൊരു ഉറച്ച തീരുമാനമുള്ള ആളുകളാണ് അല്ലേ? നമ്മുടെ നാട്ടിലെ ഈ കൊള്ളരുതായ്മകൾക്കെതിരെ ശബ്ദമുയർത്തിയൊരു വ്യക്തിയായിരുന്നില്ല വേടൻ. ആ വേടനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് എല്ലാ വശങ്ങളും പരിശോധിച്ച് എല്ലാ വശങ്ങളും അവർ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കിയിട്ട് ഒന്നുമെങ്ങും എത്താതെ പോയപ്പോൾ വേടനെ വെറുതെ വിട്ടിരിക്കുകയാണ്. വേടനെ വെറുതെ വിട്ടു എന്നല്ല, ഒരു സൈഡിൽ കൂടെ വേടൻ രക്ഷപ്പെട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രക്ഷപ്പെടുന്നത് മാത്രമല്ല, വേടന്റെ കഴിവ് കൊണ്ട് വേടൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഇന്നത്തെ ഈ കാലഘട്ടങ്ങളിലും ഇന്നലകളിലും ഉണ്ടായിരുന്ന എല്ലാ കൊള്ളരുതായ്മകളെയും ശക്തവും വ്യക്തവുമായിട്ട് എതിർത്തൊരു വ്യക്തി തന്നെയല്ലേ വേടൻ. ആ ഒരു വ്യക്തിയുടെ റിലവൻസ് ഇവിടെ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായിട്ടുള്ള ജനങ്ങൾ വേടനെ ഇനിയും അംഗീകരിക്കും എന്നുള്ളത് ഞാൻ ഈ ഒരു സമയത്ത് പറയാണ്. കാരണം ഇങ്ങനെയൊക്കെയുള്ള ജാതീയ ബോധം മനസ്സിലുള്ള, വർണ്ണബോധം മനസ്സിലുള്ള, വർഗ്ഗബോധം മനസ്സിലുള്ള, കളറ് എല്ലാ പ്രശ്നങ്ങളും മനസ്സിലുള്ള ഇങ്ങനത്തെ മോശമായിട്ടുള്ള ചിന്താഗതിയുള്ള ആളുകൾക്കെതിരെയാണ് വേടൻ ശബ്ദമുയർത്തിയത്. ഓരോ ശബ്ദത്തിലും ഓരോ വിരൽ ചൂണ്ടലുകളിലും വേടന് പറയാൻ 1000 കഥകളുണ്ടായിരുന്നു. 1000 വെറും കഥകളല്ല, അടിച്ചമർത്തപ്പെട്ട ജനങ്ങളുടെ കഥകൾ, അടിച്ചമർത്തപ്പെട്ട ജനങ്ങളുടെ ജീവിതങ്ങൾ, അടിച്ചമർത്തപ്പെട്ട ജനങ്ങളുടെ കണ്ണുനീരിന്റെ വിലകൾ, ഇതെല്ലാം വേടൻ വരച്ചു കാണിച്ചപ്പോൾ ആ വേടനെ LTT വിഭാഗത്തിൽപ്പെട്ടവനും ജിഹാദിയും രാജ്യദ്രോഹിയും വീടിനും നാടിനും കൊള്ളാത്തവനും ഒക്കെ ആക്കാൻ വേണ്ടി ശ്രമിച്ച BJPയുടെ ഒരു ത്വര, ആ ഒരു ത്വരയ്ക്കെതിരെ സംസാരിക്കാൻ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യന്, അല്ലെങ്കിൽ ജനങ്ങളെ അങ്ങേയറ്റം ആരാധിക്കുന്ന, ജനങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന, ജനങ്ങൾക്ക് പാഴ്മോഹങ്ങൾ അല്ലെങ്കിൽ പാഴ് വാഗ്ദാനങ്ങൾ നൽകാൻ ആഗ്രഹിക്കപ്പെടാത്ത അങ്ങനെ ഒരു വ്യക്തി ഈ വിഷയങ്ങൾക്കെതിരെ സംസാരിച്ചില്ല? ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ജനങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇതേ ജാതീയ ബോധമാണ്, ഇതേ വർണ്ണബോധമാണ്, ഇതേ വർഗീയ ബോധമാണ്. ഈ ബോധങ്ങളൊന്നും ഒരു കാലത്തും ഈ നാട്ടിൽ നമ്മൾ വളം വെച്ച് കൊടുക്കില്ല എന്ന് ഞാൻ എടുത്തു പറയാണ്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് കാണിച്ചത് ഏറ്റവും വലിയ മണ്ടത്തരം അല്ലെങ്കിൽ ഏറ്റവും വലിയ ചെറ്റത്തരം തന്നെയാണ്. കാരണം ഇവരുടെ പിന്നാലെ ഓടി നടന്നിരുന്ന വ്യക്തിക്ക് വീട് വെച്ച് നൽകാതെ ആയപ്പോൾ ഇനിയും പലരും സുരേഷ് ഗോപിയെ ആശ്രയിച്ചു പോകും. കാരണം സുരേഷ് ഗോപി പറഞ്ഞ ശരി തന്നെയാണ്, ഇനിയും ഒരുപാട് വേലായുധന്മാരെ ഞാൻ അങ്ങോട്ടേക്ക് വിടുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞപ്പോൾ സുരേഷ് ഗോപിക്ക് മനസ്സിലായി, ഇനി ഈ കലിംഗ സമ്മേളനം നടക്കുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റിലുള്ള ആളുകൾ, പല ആളുകൾ ഇവരെ അങ്ങോട്ട് ഇറക്കി കളിക്കും. അങ്ങനെ സുരേഷ് ഗോപി അത് നിരസിക്കുമ്പോൾ ഇവർക്ക് വീട് വെച്ച് നൽകുമെന്ന്. ഈ സുരേഷ് ഗോപി നിരസിച്ചാലോ കമ്മ്യൂണിസ്റ്റ് വീട് വെച്ച് നൽകിയാലോ ഉള്ളതല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുരേഷ് ഗോപിക്ക് ഈ ഒരു പത്രിക അല്ലെങ്കിൽ നിവേദനമായിട്ട് ആളുകൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ആശ്രയിച്ചുകൊണ്ട് ആളുകൾ വരുമ്പോൾ അവരെ ഒരു നിരസിച്ച് അവരെ കളിയാക്കി വിടുന്നതിനേക്കാൾ നല്ലത് സൗമ്യമായിട്ടുള്ള രീതിയിൽ പറയാമായിരുന്നില്ലേ? ആനന്ദവല്ലി ചേച്ചിയോട് പറഞ്ഞത് എൻ്റെ നെഞ്ചത്തോട്ട് കയറിക്കോ, ഇനി അതും എൻ്റെ കൊണ്ട് ഇങ്ങനെ പറ്റൂ, ഇതിനപ്പുറത്തേക്കൊന്നും പറ്റില്ല എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ട് മര്യാദയ്ക്ക് പറയാൻ പറ്റിയില്ല ഇദ്ദേഹത്തിന്? ഇത് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ആനന്ദവല്ലി ചേച്ചി അപ്പോഴും പറയുന്നുണ്ട്, ഈ സുരേഷ് ഗോപി സാർ പറഞ്ഞ എനിക്ക് നല്ല വിഷമം ഉണ്ടാക്കി, അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് പ്രതീക്ഷിച്ച മറുപടി അല്ല അതെന്നുള്ളത്. ജയിപ്പിച്ചുവിട്ട തൃശ്ശൂരിലെ ജനങ്ങളെ പറഞ്ഞാൽ മതി, വെറും വാഴകളായി പോയെന്നുള്ളതാണ് ഞാനിവിടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ആനന്ദവല്ലി ചേച്ചി പറഞ്ഞൊരു കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നു. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു സാധാരണ ഒരു വ്യക്തിക്ക് ഒരു ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ അവർക്ക് കിട്ടുന്ന പരിഗണന എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അതേ സമയത്ത് സുരേഷ് ഗോപി പോലെ ഒരു കേന്ദ്രമന്ത്രി കയറി ചെല്ലുമ്പോൾ കിട്ടുന്ന പരിഗണന അതിനേക്കാൾ ഡിഫറൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരു പരിഗണന കിട്ടുമ്പോൾ സുരേഷ് ഗോപി പറയുന്ന കാര്യങ്ങൾക്ക് കുറച്ചുകൂടി വാല്യൂ കൊടുക്കുക എന്നുള്ളത് കൊണ്ടും സുരേഷ് ഗോപി ഇടപെട്ട് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളിൽ ശാശ്വത പരിഹാരം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ആ ചേച്ചി അങ്ങോട്ടേക്ക് ചെന്നത്. ചേച്ചി മാത്രമല്ല, ഞാനും നിങ്ങളും എല്ലാവരും ഇങ്ങനെ ഒരു പരിഹാരം നമ്മുടെ ഈ പറയുന്ന ഉന്നത കുലജാതരെന്ന് സ്വയമേ പറഞ്ഞ് നടക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും പലപ്പോഴും ചെല്ലുക. പക്ഷെ ഇവർ തന്നെ അടിച്ചോടിക്കുമ്പോൾ എങ്ങനെയാണ് മറ്റുള്ളവർ നമ്മളെ അടിച്ചോടിക്കാതിരിക്കുക? അപ്പോൾ ഇത്രയും വലിയൊരു വ്യക്തിയെ ജയിപ്പിച്ച് വിട്ടപ്പോൾ ഇദ്ദേഹം എന്താണ് ചെയ്യേണ്ടത്, ഇദ്ദേഹത്തിൻ്റെ കടമ എന്താണ്, ഇദ്ദേഹത്തിൻ്റെ കർത്തവ്യം എന്താണെന്നുള്ളൊരു കാര്യം ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ അദ്ദേഹം ചോദിച്ച വകുപ്പുകൾ കൊടുക്കാത്തതുകൊണ്ടുള്ള ദേഷ്യം കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഒരു സൈഡിൽ ഇദ്ദേഹം പുച്ഛിച്ച് വിടുമ്പോൾ മറു സൈഡിൽ കമ്മ്യൂണിസ്റ്റ് വീട് വെച്ച് നൽകുന്നുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഇനിയും ഇത് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. കലിംഗ സമ്മേളനത്തിൽ സുരേഷ് ഗോപി പോകുമ്പോൾ സുരേഷ് ഗോപി പുച്ഛിച്ച് വിടുന്ന ആളുകൾക്ക് എന്തായാലും വീട് കിട്ടും, പണം കിട്ടും, എല്ലാം കിട്ടും. പക്ഷേ ഇതിനൊക്കെ സുരേഷ് ഗോപി പുച്ഛിച്ച് വിടേണ്ട ആവശ്യകത ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ സുരേഷ് ഗോപി ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യകത ഉണ്ടായിരുന്നോ എന്നുള്ളൊരു ചോദ്യമാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ഇങ്ങനത്തെ ജാതീയ വർഗ്ഗ ബോധങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ വേരോടെ പറിച്ചെറിയപ്പെടേണ്ട കാലം കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയും വേടനെ പോലെയുള്ള പല ആളുകൾ വരുമ്പോഴും അവരെ പിന്തുണയ്ക്കേണ്ടതിന് പകരം നിങ്ങൾ ഈ പറയുന്ന കമ്മികളെയും സംഘികളെയൊക്കെ പരിഗണിക്കുന്നത് എന്തിൻ്റെ പേരിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും ഈ ജാതീയ ബോധം, വർണ്ണ വിവേചനങ്ങളെല്ലാം
മറ്റുള്ളവരുടെ മനസ്സിൽ നിന്ന് തൂത്തെറിയപ്പെടട്ടെ. ഇങ്ങനെയുള്ള വർഗ്ഗബോധവും ഞാൻ രാജാവാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വയമേ അഹങ്കരിച്ച് നടക്കുന്ന സുരേഷ് ഗോപിയെ പോലെയുള്ള ആളുകളുടെ മനസ്സിലുള്ള ബോധം അല്ലെങ്കിൽ മനസ്സിലുള്ള ചിന്തകൾ അത് എത്രയും വേഗം മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്.